സേതുവിന്റെ പല്ലുവീട് ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ കഥയില് ഇന്ദ്രൻ കയറി ബെഡിലേക്ക് കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും സഹിച്ചില്ല ഋതുവിന്. ഋതു ഭയങ്കര ഭ്രാന്തെടുത്ത പോലെ ആയിപ്പോയി. പിന്നീട് ഋതു എന്ത് ചെയ്തു, അവിടുന്ന് ഉള്ള ബെഡ്ഷീറ്റ് എല്ലാം കൂടെ അങ്ങോട്ട് വലിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും സേതു ചോദിച്ചു, എന്താ മോളെ നീ എന്താ കാണിക്കണമെന്ന് ചോദിച്ചു. ഇവനോടൊപ്പം ഞാൻ റൂം ഷെയർ ചെയ്യണില്ലേ, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഋതു അതുമായിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും പല്ലവി സേതുവിനെ നോക്കുവാണ്. ആ സമയത്ത് സേതു ഇന്ദ്രനോട് പറഞ്ഞു, എടാ ഇന്ദ്ര, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പക്ഷെ ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കണമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, ഓക്കെ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങാനും തുടങ്ങി. ഈ സമയം ഋതു ഭ്രാന്തെടുത്ത പോലെ താഴെ വന്നിരിക്കുവാണ്. അപ്പോഴേക്ക് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഋതു ഭ്രാന്ത് പിടിച്ചോടെ ഇരിക്കുന്നുണ്ട്. സേതു വന്നിട്ട് പറഞ്ഞു, എന്താ മോളെ നീ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലേക്ക് പിടിക്കുവാണ്. അപ്പോഴേക്കും ആ കൈയൊക്കെ തട്ടിമാറ്റി ഋതു, ഇതേ സേതുവേട്ട, നിങ്ങളിത് എന്ത് ഭാവിച്ചാ അവൻ എന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ നിനക്കറിയാലോ, അവനെ നന്നാക്കേണ്ട ഒരു അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മാക്സിമം ഉപയോഗിക്കണ്ടേ. നിന്റെ വയറ്റി വിടുന്ന കുഞ്ഞിന്റെ അച്ഛനല്ലേ അവന്. ഒരു കുഞ്ഞിന്റെ അച്ഛൻ വന്നിരിക്കുന്നു, അങ്ങനെ പറയാൻ പോലും എനിക്ക് നാണക്കേടാ. അവനെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അത് മോളെ, അവൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്താലോ, പല ആത്മഹത്യ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അവൻ എന്തേലും ചെയ്യട്ടെ, എന്ത് കുന്തേലും ചെയ്യട്ടെ, എനിക്ക് കുഴപ്പമില്ല, അവൻ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. മോളെ, നീ പിന്നെ അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടതായിട്ട് വരും. ഒരു പക്ഷേ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ നിന്നോട് ചോദിക്കും, അതിന്റെ അച്ഛൻ എന്ത് ചെയ്യുന്നത്. അപ്പൊ നീ എന്ത് മറുപടി പറയും? ഞാൻ എന്തേലും പറഞ്ഞോളാം, പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് അവനെ വേണ്ട, എനിക്ക് അവനെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സേതു പറഞ്ഞു, ഇത്ര സമയം നിന്നോട് ഞാൻ മര്യാദ രീതിയിലാണ് പറഞ്ഞു. അറിയാലോ, ദൈവമായിട്ടൊരു അവസരം കൊണ്ട് തന്ന അവനെ നന്നാക്കാനായിട്ട് ആ ചാൻസ് നമ്മൾ വിനിയോഗിക്കണം. ദൈവത്തെ ഓർത്ത് ഇന്നു മുന്നിൽ അപേക്ഷിക്കുകയാണ്. നീ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് കയറിപ്പോയി. ഋതുവിന് സഹിച്ചില്ല. ഋതു അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും പല്ലവി ഋതുവിനെ ചേർത്ത് പിടിച്ച ആശ്വസിപ്പിക്കുകയാണ്. സാരമില്ല, നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് വിശ്വൻ ഡൈനിങ് ടേബിളിലേക്ക് വന്നു. ഡൈനിങ് ടേബിൾ വന്ന് അവിടെ കുറെ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പാറു അങ്ങോട്ടേക്ക് വരുന്നത്. പാറു വന്നിട്ട് ചോദിച്ചു, ഇതെന്താ വിശ്വൻ നോക്കണേന്ന് ചോദിച്ചു. ഇതെന്താന്ന് ചോദിച്ചു. എന്താന്ന് മനസ്സിലായില്ലേ? അത് കഞ്ഞി, ഇത് പയറ്, പപ്പടം, അച്ചാറ്. എടി അതെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞുകൊണ്ട് പാറുവിന്റെ കാതി പിടിച്ചങ്ങ് തിരിക്കുകയാണ്, ചെവി പിടിച്ചിട്ട്. ഇതെന്താ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണെന്ന്? നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, ഇത് കഞ്ഞിയും പയറും എന്നൊക്കെയുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ നിന്റെ അച്ഛൻ ഇവിടെ വന്നിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും പാറു പറഞ്ഞു, വിശ്വ എന്റെ കാത് നീറുന്നു, വിടാൻ പറയണം. പിന്നെ കാത് നീറ് പോലും അല്ല, കാത് വേദന എടുക്കുന്നു പറഞ്ഞു. ഇതേ വേണ്ട വേണ്ട, എന്റെ അടുത്ത് നിന്റെ അഭ്യാസം ഒന്നും വേണ്ട. എന്നിട്ട് നീ എന്നോട് എന്താ പറഞ്ഞേ? എന്നെ കളിയാക്കുന്ന രീതിയിൽ വിശ്വത്തിന് ഇതൊക്കെ മനസ്സിലായില്ലേന്ന്. ഒടുവില് പാറു പറഞ്ഞു, വിശ്വ എനിക്ക് വേദനിക്കുന്നു പറഞ്ഞു കഴിഞ്ഞപ്പം വിശ്വം വിട്ടു. ആ സമയം പാറു പറഞ്ഞു, അതെ, എന്റെ അച്ഛൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. എടി നിന്റെ അച്ഛൻ വരും വല്ല മട്ടനോ ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അയ്യോ, അച്ഛനെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ. അച്ഛനെ എന്നും വൈകുന്നേരം ഇഷ്ടം കഞ്ഞിയും പയറും അച്ചാറും പപ്പടം വയ്ക്കുക. അതാകുമ്പോൾ അച്ഛന് ഏറ്റവും ഇഷ്ടം. ഇല്ലെങ്കിൽ ഇപ്പൊ അമ്മ ശ്രീകുമാരിന്റെ അടുത്തായതുകൊണ്ട് അച്ഛൻ വൈകുന്നേരം വല്ല ഓട്സ് ഉണ്ടാക്കി കുടിക്കും. പിന്നെ ഈ പറയുന്ന ചിക്കനും മട്ടനും ഒക്കെ അച്ഛൻ പകല് കൂട്ടിയാൽ 1-2 കഷ്ണം കൂട്ടിയാലായി, ഇല്ലെങ്കിൽ കഴിക്കത്തുമില്ല എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, കണ്ടില്ലേ എന്റെ കാതെ പിടിച്ചിരിച്ചു, എന്റെ കാത് പൊന്നാക്കി വെച്ചെന്ന് പറയാം. ഒന്ന് കാണട്ടെ ആ പൊന്ന് എന്നും പറഞ്ഞിട്ട് വിശ്വം പാറിന്റെ കാതയെ നോക്കാൻ തുടങ്ങുകയാണ്. പാറ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ കൊഞ്ചിക്കൊഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ മാഷും അതുപോലെ തന്നെ രാജലക്ഷ്മിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അവർക്കും ആകെപ്പെടെ ചമ്മലായിപ്പോയി ഇവിടെ റൊമാൻറ്റിക് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. പിന്നെ ഇത്തിരി കഴിഞ്ഞ പാറുവാണ് അവരെ കാണുന്നത്. പെട്ടെന്ന് രണ്ടുപേരും ചമ്മലോടുകൂടി അങ്ങോട്ട് മാറുവാണ്. ആ സമയം രാജലക്ഷ്മി മൂന്ന് മാഷിനോട് ചോദിച്ചു, ബാ മാഷെ വന്നിരിക്കാൻ പറഞ്ഞു. അല്ല മാഷിന് കഞ്ഞിയൊക്കെ എനിക്ക് കഞ്ഞി കിട്ടുവാണെങ്കിൽ അമൃത് പോലെ ഞാൻ കുടിക്കും, അത്ര ഇഷ്ടമുള്ള കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു, ഇതേ ഓംലെറ്റ് ഉണ്ട്, അതിന്റെ സ്പെഷ്യലാന്ന് പറയണം. അങ്ങനെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് രാജലക്ഷ്മി അവരോട് പറഞ്ഞു, പാറുവിനോടൊക്കെ പറഞ്ഞു, ഇതേ നിങ്ങളും കൂടി ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ പാറുവും വിശ്വമായിരുന്നു. ആ സമയം മാഷ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ഇനി ഇന്ദ്രൻ ഇങ്ങോട്ടെങ്ങാനും വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതെന്നോട് നേരത്തെ ഒന്ന് പറഞ്ഞേക്കണം രാജലക്ഷ്മി. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മക്കളെയും വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാനായിട്ടാ. അവനിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മോളെ ഞാനിവിടെ ഒരു കാരണവശാലും നിർത്തില്ല, കാരണം നിങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാജലക്ഷ്മിയുടെ അതുപോലെ തന്നെ പാറിന്റെ വിശത്തിന്റെ ഒക്കെ മുഖം മാറി. അവർക്കും ഭയങ്കര വിഷമമായി. മൂന്നാം ഭാഷ പറഞ്ഞു, അതിന് കാരണം നിങ്ങൾക്കറിയാലോ, കാരണം എൻ്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ സേതുവിന്റെ അടുത്തേക്ക് ശ്രീഹരിയും പൂർണിമയും വരുവാണ്. പിന്നീട് പൂർണിമ ചോദിച്ചു, അല്ല ഋതു സമ്മതിച്ചോ അവനെ ഇവിടെ നിർത്താനെന്ന് ചോദിച്ചു. അപ്പോഴേക്ക് സേതു പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ശ്രീഹരി പറഞ്ഞു, പിന്നെ എന്തിനാ സേതുവേട്ട ഈ റിസ്ക് ഏറ്റെടുക്കുന്നേ? നമുക്കൊരു അവസരം കൊടുക്കാം അവന് നന്നാവാനായിട്ട്. പൂർണിമ പറഞ്ഞു, അവൻ നന്നാവാനോ ഈ ജന്മത്തിൽ നന്നാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബേബി ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഇനി അവനെ സഹിക്കണമല്ലോ, എങ്ങനെ സഹിക്കും? അത് കേട്ടപ്പം സേതു പറഞ്ഞു, നമ്മൾ അവനെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. അവന്റെ കുഞ്ഞാണ് ഋതുവിന്റെ വയറ്റിൽ വളരുന്നത്, അറിയാലോ.
അച്ഛനില്ലാത്ത കുഞ്ഞിനെ ഋതു പ്രസവിക്കേണ്ടി വരും. ഒരു പക്ഷേങ്കിൽ അവനെ വീട്ടിലാർക്കും വേണ്ടാത്തൊരവസ്ഥയാ. അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു, അവന്റെ കയ്യിരിപ്പ് അത്ര നല്ലതല്ലേ, അതുകൊണ്ടായിരിക്കും വീട്ടുകാർ അവനെ പറഞ്ഞു വിട്ടെ. അപ്പോഴേക്കും പൂർണ്ണം പറഞ്ഞു, അല്ല അവനെ അവന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു, ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. അവൻ അങ്ങോട്ടേക്ക് പോവില്ലെന്നാ പറഞ്ഞേ. അവനെ അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന്. എങ്ങനെ ഇറക്കി വിടാതിരിക്കും? സ്വന്തം പെറ്റമ്മയ്ക്ക് പോലും അവനെ വേണ്ട, പിന്നെ നമ്മൾ എങ്ങനെ അവനെ സഹിക്കാനാന്ന് പൂർണ്ണിമ ചോദിച്ചു. സേതു പറഞ്ഞു, അതെ അമ്മേ, നമ്മൾ ഇച്ചിരി ഒന്ന് സഹിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അവൻ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമായിരിക്കും, അവൻ ചിലപ്പോൾ മാറുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ പൂർണ്ണം പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല അവൻ മാറൂന്ന് എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഋതുവിൻ്റെ അടുത്തേക്ക് പല്ലവി ചെയ്യുന്നു. ആകെപ്പാടെ വിഷമത്തിൽ ഋതു ഇരിക്കുകയാണ്. പല്ലവി പറഞ്ഞു, നീ എന്തിനാ ഋതു വിഷമിക്കുന്നത്, നീ സങ്കടപ്പെടാതിരിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ? ഇതേ പല്ലവി, അവനെ നന്നാക്കാണ്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ. ഒരു കാക്കയെ പിടിച്ചോണ്ട് വന്നിട്ട് മുട്ടയിടുന്നൊരു കോഴിയാക്കി മാറ്റാനായിട്ട് സേതുവേണ്ണോട് പറഞ്ഞിട്ടുണ്ട്. സേതുവേണ്ണ അതിന് പറ്റുമോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യം. അവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് മാറ്റാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവൻ മാറാൻ പോകുന്നില്ല. അവൻ ചിലപ്പോൾ അഭിനയിക്കുമായിരിക്കും, പക്ഷെ അവനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞു, ഒന്നുമില്ലേലും നിന്റെ വയറ്റിൽ വിടുന്ന കുഞ്ഞിന്റെ അച്ഛനല്ലേ, നീയല്ലേ ബലം പിടിച്ച് എനിക്ക് അവനെ തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ടിരുന്നേ. അതെനിക്ക് പറ്റിയൊരു അബദ്ധം, പക്ഷെ ഇപ്പൊ അബദ്ധം ഞാൻ തിരുത്താൻ ഉദ്ദേശിച്ചു. അതെ, നീ പ്രസവിക്കുന്ന സമയത്ത് നിന്റെ കുഞ്ഞിന്റെ അച്ഛനും വേണ്ടേന്ന് ചോദിച്ചു. ആര് പ്രസവിക്കാനായിട്ട്? പല്ലവിയോടായതുകൊണ്ട് ഞാൻ സത്യം പറയാം, ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പല്ലവി ഞെട്ടിപ്പോയി. അത് പിന്നീട് ആ സെറ്റിയിലേക്ക് അങ്ങോട്ട് പോയി കിടക്കുവാണ്. പല്ലവിക്ക് ഭയങ്കര വിഷമായി. പല്ലവി നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയത്താണ് അവിടെ ആ കാഴ്ച നടക്കുന്നത്. ലക്ഷ്മമ്മ ഒന്ന് സേതുവിന്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. എടാ മോനെ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കുക. നിന്റെ സ്നേഹം കണ്ടെത്താനായിട്ട് എനിക്ക് പറ്റിയില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഒരിക്കലും മാപ്പ് പോലും ഞാൻ അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിച്ച് മാപ്പ് ചോദിച്ച് പൊട്ടിക്കരയുന്ന രംഗം. പല്ലവി പെട്ടെന്ന് അങ്ങോട്ട് മാറി. ഇത്തിരി കഴിഞ്ഞപ്പോൾ സേതു ഒന്ന് അനങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ലക്ഷ്മിയമ്മ പെട്ടെന്ന് മുറിവിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് പല്ലവി വന്ന് സേതുവിനെ നോക്കി. പാവ സേതുവേട്ടൻ എത്രയൊക്കെ സഹിക്കുന്നുണ്ട്, ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, എന്നാലും ആരോടും ഒരു പരാതിയും പരിഭവങ്ങളൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചു. ആ സമയത്ത് ശ്രീകാന്ത് മയൂരിയെ വിളിക്കുകയാണ്. മയൂരിയെ വിളിച്ചിട്ട് മയൂരി ചോദിച്ചു, അല്ല സേതുവേട്ടൻ ഇവിടെ വന്നിട്ട് എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു, അത് സത്യം ഉണ്ടോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ മയൂരി പറഞ്ഞു, സേതുവേട്ടന് എൻ്റെ അല്ലേ, എൻ്റെ ഏട്ടനാ, എൻ്റെ സ്വന്തം ഏട്ടനാ. സേതുവേട്ടൻ ഒരിക്കലും കള്ളത്തരം പറയില്ല, കള്ളത്തരം പറയേണ്ട കാര്യം സേതുവേട്ടനില്ല, അതുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശ്രീകാന്ത് ചോദിച്ചു, അല്ല മയൂരി എന്നെ മാത്രം വിവാഹം കഴിക്കുള്ളൂ പറഞ്ഞു, അതിൽ എത്രമാത്രം സത്യാവസ്ഥയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. അത് പിന്നെ ഞാൻ സേതുവേട്ടനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുള്ളത് തന്നെയാണ്. അപ്പോഴേക്ക് ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമായി. ശ്രീകാന്ത് പറഞ്ഞു, സോറി കേട്ടോ മയൂരി, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്തിന്, എനിക്ക് ആദ്യം ദേഷ്യം ഉണ്ടായിരുന്നു, പിന്നീട് പപ്പയാണെങ്കിൽ ശ്രീകാന്തിനെ ഒത്തിരി ഉപദ്രവിച്ചില്ലേ, അപ്പൊ എനിക്ക് കുറെ സങ്കടം വന്നു, സാരമില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് ശ്രീകാന്തിന്റെ അമ്മാവൻ അങ്ങോട്ടേക്ക് വരുന്നത്. എടാ ശ്രീകാന്ത്, ആരാടാ ഫോണിൽ നിന്ന് ചോദിച്ചു. ആ പെണ്ണാണോ മയൂരി? എടാ നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാടാ നീ അവളെ വിളിക്കണേന്നൊക്കെ ചോദിച്ചു. ദേഷ്യപ്പെടുവാണ്. ദേ അമ്മാവൻ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ അവളെ തന്നെ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയം ശ്രീകാന്ത് കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മയൂരി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങേ തലക്കില്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവള് മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. ഓ, നിനക്ക് ഇത്രയ്ക്ക് ധൈര്യമാണോ? ഞാൻ സുഭദ്രയോടും നകളിനോടും ഇങ്ങോട്ടേക്ക് വരാൻ പറയട്ടെ, അവര് വരട്ടെ, അവര് വന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ, അച്ഛനും അമ്മയും വന്ന് പറയുമ്പോൾ നീ അനുസരിച്ചോളൂല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാണ് ശ്രീകാന്തിന്റെ അമ്മാവന്. ആ സമയത്ത് ഭയങ്കര സങ്കടമായിപ്പോയി മയൂരി. പിന്നീട് ശ്രീകാന്തിനോട്, ശ്രീകാന്തെ എന്നെ വിവാഹം കഴിക്കാനായിട്ട് ആ വീട്ടുകാർക്ക് ആർക്കും താല്പര്യമില്ലല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, ഈ വീട്ടിൽ ആരുടെയും താല്പര്യവും ഞാൻ നോക്കുന്നില്ല, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും എന്ന് മയൂരിയോട് പറയണം, നീ വിഷമിക്കാതിരിക്കുക, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ട് മയൂരിയെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.